നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് ഒരു മീൻകറിയാണ്. എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ മീൻകറി. അമ്മ എപ്പോഴും മീൻകറി ഇങ്ങനെ വെക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഞാനാണ് ഈ മീൻകറി വെക്കാൻ പോകുന്നതെന്ന്. അല്ല, ഞാനല്ല വെക്കാൻ പോകുന്നത്, ഈ കുട്ടിയാണ് ഇത് വെക്കാൻ പോകുന്നത്. അവൾക്ക് ഭയങ്കര നിർബന്ധം, അവൾക്ക് തന്നെ മീൻകറി വെക്കണമെന്ന്. അല്ലേ? അതെ അതെ, എന്നെ ഏൽപ്പിച്ചതാട്ടോ. അവൾക്ക് വെക്കാൻ വയ്യ, ഞാൻ ഇന്ന് ട്രൈ ചെയ്യാനെന്ന് പറഞ്ഞിട്ട് അവളെ ഏൽപ്പിച്ചതാണ് ഇന്ന്. അപ്പം എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും മീൻകറി വെക്കാൻ അറിയാം, അത് വേറെ. അതെ, എന്നാലും ഒന്നും കൂടി നന്നായിട്ട് അവളാ മീൻകറി വെക്കുന്നത്. എനിക്ക് നോൺ വെജ് ഐറ്റംസ് അത്ര അങ്ങോട്ട് കുറവാ. അപ്പൊ എന്തായാലും നമുക്ക് മീൻകറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. നമുക്കിപ്പോ മീൻകറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇത് പറഞ്ഞല്ലോ, ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇത്. ആരുടെ റെസിപ്പിയാന്നൊക്കെ ഉള്ളത് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞല്ലോ. ഇനി അത് വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് വേണ്ടത് ഒരു ദശക്കട്ടിയുള്ള മീനാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. 1/2 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട ചേരുവകൾ ഇതൊക്കെയാണ്. മുളക് പൊടി ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയുടെ, അതേപോലെ ഇച്ചിരി എരിയുള്ള മുളക് പൊടിയുടെ കൂടെ മിക്സ് ആണ്. അത് ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 കഷ്ണം കൊടംപുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കൊടംപുളി 2 കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില. ഇത്രയും മതി നമുക്ക് ഈ മീൻകറി ഉണ്ടാക്കാനായിട്ട്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന സമയത്ത് പറയാം. നമുക്കിനി ഈ പൊടികളെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. പച്ചമണം മാറുന്നിടം വരെ നമ്മളൊന്ന് ചൂടാക്കിയാൽ മതി. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കരിഞ്ഞ ടേസ്റ്റേ വരത്തുള്ളൂ. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊരു ചെറിയ ആകുമ്പോഴത്തേക്ക് നമ്മളൊന്ന് തീയുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ചെറിയ ഫ്ലെയിമുള്ള അടുപ്പുണ്ടെങ്കിൽ അതിൽ വെക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ അപ്പോൾ ഒരു പച്ചമണം മാറുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ തീയുള്ള അടുപ്പിലാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഈ മീൻകറി ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമേ ഈ പൊടിയെല്ലാം ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഇതുപോലെ ഒന്ന് ചൂടാക്കണം. ചൂടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ചൂട് ആറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമുക്കൊന്ന് ഒരു ഗ്രേവിക്ക് ഇച്ചിരി തിക്നെസ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു പേസ്റ്റ് പരുവത്തിൽ നമ്മളൊരു ഇച്ചിരി വെള്ളം, അതിനാവശ്യത്തിനുള്ള ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് ഒന്ന് കടുക് വറുത്ത് അതിലേക്ക് ഈ അരപ്പ്, ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ചേർത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പുളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് മീനിലേക്ക് ചേർത്ത് ചെറിയ തീയിൽ ഇരുന്ന് മീൻ നന്നായിട്ട് വേവണം. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. ഈ പൊടികളെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ പൊടികളെല്ലാം കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടണം. ഇനി നമുക്ക് ഒന്ന് കടുക് വറക്കാൻ വേണ്ട ചേരുവകൾ ഞാൻ മുമ്പേ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല, എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ആദ്യം നമ്മൾ ആ മുളകൊക്കെ ചൂടാക്കിയില്ലേ, അതേ പാത്രം തന്നെ വെച്ചിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇവിടെ എടുക്കുന്നത്. വെളിച്ചെണ്ണ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടുമല്ലോ മീനിന്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ബാക്കി കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കി അങ്ങ് ഒഴിച്ചാൽ മതി. അപ്പോൾ അരപ്പെല്ലാം നമ്മൾ കഴുകി ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പുളി ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കാം. ഇത് ഒരു ചെറിയതായിട്ട് ഒന്ന് ചൂടായി ഒരു തിളയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് മാറ്റിയിട്ട് മീനിലേക്ക് ചേർക്കാം. അപ്പം നമ്മൾ കുറച്ച് ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പം കൂടുതൽ പേരും മല്ലിപ്പൊടി ചേർക്കാതെയാണ് മീൻകറി വെക്കുന്നത്. പക്ഷേ ഈ രീതി നിങ്ങളൊന്ന് വെച്ച് നോക്കൂ, അതൊരു പ്രത്യേക ടേസ്റ്റാണ്.
ഇതിപ്പോൾ തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് അത് മാറ്റിയിട്ട് മീനിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് മീനിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കഷ്ണം ചേർക്കാം. ഇതിപ്പോൾ വേറൊരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അത് ആ കടുക് വറക്കുന്ന സമയത്തില്ല, ആ സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചിയും കൂടി ഇട്ടും ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ ചെയ്യുന്ന രീതിയിൽ ഓതൻറ്റിക്കായിട്ടുള്ള ആ രീതിയിൽ തന്നെ നമ്മളങ്ങ് കാണിക്കുകയാണ്. അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഉപ്പ് നീരാണ് നമ്മൾ ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതിനി ചെറിയ തീയിൽ നന്നായിട്ടിരുന്ന് വേവട്ടെ. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇടുവാണ്. ഇനി ഇത് നമുക്ക് അടച്ച് വേവിക്കാം. ചെറിയ തീയിൽ കുറച്ചു നേരം ഇരുന്ന് വെന്ത് ഇത് വറ്റി കറക്റ്റ് പരുവമാവണം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് നല്ല ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി നല്ല കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇതിപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും, ഒന്ന് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് പരിപാടി നിർത്താം. കടുക് വറുത്ത സമയത്ത് നമ്മൾ കുറച്ച് ഒഴിച്ചു കാണണം, അതുകൊണ്ട് അതനുസരിച്ച് മതി. അന്നേരം കുറച്ചേ ഒഴിച്ചുള്ളെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ലാവിഷായിട്ട് ഒഴിക്കാം. പക്ഷെ ഞാൻ ഒഴിച്ചപ്പോൾ ഇച്ചിരി കാര്യമായിട്ട് അങ്ങ് ഒഴിച്ചായിരുന്നു. അപ്പം നമ്മുടെ മീൻകറി റെഡി. അപ്പോൾ വറുത്തരച്ച മീൻകറി എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് കണ്ടല്ലോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് പെട്ടെന്ന് റെഡിയാക്കാവുന്നത് തന്നെയാണ്. ഒരു കാര്യമേ ശ്രദ്ധിക്കാനുള്ളൂ, പൊടികൾ ഒരുപാട് മൂക്കാതെ നോക്കണം. ഇത് നമ്മൾ അമ്മമാർക്ക് വേണ്ടിയിട്ട് അല്ല പറയുന്നത്, അത് പറയേണ്ട ആവശ്യമില്ലെന്ന് നമുക്കറിയാം. പിന്നെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.